10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. മുതൽ 1659 വരെ മധുര ഭരിച്ചിരുന്ന തിരുമല നായ്ക്കർ എന്ന രാജാവിൻ്റെ പണിത് കഴിപ്പിച്ച പാലസാണിത്. അതാണ് ഇതിൻ്റെ ഹിസ്റ്ററി. അപ്പോൾ നമ്മളിപ്പോൾ സമകാലികമായിട്ട് നമ്മളത് ഓർക്കുന്നത് ബോംബെ എന്ന സിനിമയിൽ ആ ഒരു പാട്ട് ഒക്കെ മുഴുവൻ അരവിന്ദ് സ്വാമിയും മനീഷ കൊയ്രാളയുള്ള ആ പാട്ട് മുഴുവൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിനകത്താണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ പാട്ട് രാത്രി കാണാൻ ഇത് വളരെ ഭംഗിയാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റൊക്കെ തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ മുകളിലേക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കര രസമായിരിക്കും. എന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത എല്ലാ വേട്ടാവളിയന്മാരുടെയും തല കണ്ടം തുണ്ടം വെട്ടി ഇവിടെ ഇട്ടേക്കുക. നമ്മൾ രാമേശ്വരം പോവാ. ഇവിടുന്ന് 173 കിലോമീറ്റർ ഉണ്ട് മധുര എന്ന് രാമേശ്വരം. 3 മണിക്കൂറാണ് ഗൂഗിളിൽ അത് കാണിക്കുന്നത്. ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് മധുര കടന്നു കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ നമ്മളിതിൽ ഗൂഗിളിൽ കാണിക്കുന്ന ഈ സമയം വെച്ച് നമുക്ക് രാമേശ്വരത്ത് എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ സമയം 2:15 ഇതിനകത്ത് പറയുന്ന സമയം വെച്ചാണെങ്കിൽ 5:15 എത്തണം. അപ്പോൾ നമ്മൾ 1 മണിക്കൂറെങ്കിലും താമസിച്ചാലും ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനുണ്ട്. എങ്കിൽ പോലും നമുക്കൊരു 6:15, 7 മണിയോടുകൂടി രാമേശ്വരത്ത് എത്തിച്ചേരണം. പ്രധാനപ്പെട്ട ടാസ്ക് മധുര ടൗൺ കടന്നു കിട്ടി. പിന്നെ ബൈപ്പാസ് അല്ലേ പിന്നെ ബൈപ്പാസിലേക്കാണ് കിടക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ വഴി കുഴപ്പമില്ല. സാഹസികമായിട്ടെന്ന് പറയുന്ന പോലെ തന്നെ ഇവിടേക്ക് കടക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഏറ്റവും പറ്റുന്ന വാഹനം എന്ന് പറഞ്ഞാണല്ലോ ബൈക്കും ഓട്ടോയും ആണ് ഏറ്റവും പറ്റുന്ന വാഹനം. ഈ തിരക്കിനകത്തൂടെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. പക്ഷെ അത് അവരൊരു മര്യാദ ഇല്ലാത്ത ഓടിയില്ല ഈ ഓടിക്കുന്ന മുഴുവനെ. ഏത് റൂട്ട് വേണേലും അവർ കയറി വരും. വലത്തൂടെയും കയറി വരും, ഇടത്തൂടെയും കയറി വരും. അത്രയും തിരക്കല്ലേ, അത്രയും തിരക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ വരും അവർ. നമ്മുടെ ആണെങ്കിൽ ട്രാവലറാണ്. അപ്പോൾ അത് വലിയ വണ്ടി ആയതുകൊണ്ട് ഇതിലൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സാഹസം തന്നെയാണ്. ഇവിടെ തിരക്ക് പറഞ്ഞു. ഷിൻഡോയുടെ അതിവിദഗ്ധമായ ഡ്രൈവിംഗ് എന്ന് വേണം പറയാവേ. കണ്ണിമ വെട്ടാതെ റൈറ്റിലേക്ക് തിരിയാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ നമുക്ക് റൈറ്റ് തുറന്നു തന്നെ കിടക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഗൂഗിൾ മാപ്പ് നമുക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്തെല്ലാം വഴി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിച്ചു വിട്ടിരിക്കുകയായിരുന്നു. ആ റൈറ്റിലേക്ക് തിരിയാൻ പറ്റുന്നുണ്ട്. നമുക്ക് നേരെ അപ്പുറം കിടക്കേണ്ടതായിട്ടുണ്ട്. ബൈക്കിലാണെങ്കിൽ ഒരു ഓട്ടോയ്ക്ക് കൊണ്ടുപോകേണ്ട സാധനമാണ് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചാക്കുകെട്ടുണ്ട്, 4 തവേണയുണ്ട്, പടക്കം മേടിച്ച കേട്ടോ. അമ്മച്ചിയുടെ കയ്യിൽ മുഴുവൻ പടക്കമായിരിക്കും. പടക്കം ദീപാവലിക്ക് പൊട്ടിക്കാനുള്ള പടക്കം മുഴുവൻ പൊടി പാറും. ദീപാവലി പൊടി പാറും കേട്ടോ. അവിടെ തീ ചെതറും.
ടൗണിൽ നിന്ന് മാറി ഇത് ഒരു കടലിൻ്റെ സൈഡ് പോലെ തോന്നുന്നു അല്ലേ? കടലല്ല, ഒരു കയറ് പോലെ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട്. ഹൈവേയിലേക്ക് കയറാന്ന് തോന്നുന്നു കേട്ടോ. അവിടുന്ന് റൈറ്റ് ആണേ. അത് ഒന്നെങ്കിൽ വലിയൊരു ആറാ, അങ്ങനെ എന്തോ സംഭവമാണ്. അത് അവിടുന്ന് നമ്മൾ റൈറ്റിലേക്ക് തിരികെയാണേ. ആറാണെന്ന് തോന്നുന്നു അല്ലേ? ആറ് വറ്റി വരണ്ട് കിടക്കുന്ന ആറാണെന്ന് തോന്നുന്നു. പതിവിന് വിപരീതമായി ഇന്നലെ നല്ല മഴയായിരുന്നു തോന്നുന്നു. ഇന്നലെ നല്ല മഴയായിരുന്നിട്ട് പോലും ഇന്നത്തെ കാലാവസ്ഥ ഉണ്ടോ എന്തൊരു ചൂടാണ്. ഇത് വൈഗാ റിവറാണെന്നാണ് ഗൂഗിൾ പറയുന്നത്. നമ്മൾ നെയിം ബോർഡിലേക്ക് കിടക്കുകയാണ്. ചെന്നൈ, തൂത്തുക്കുടി, തിരുനെൽവേലി, രാമേശ്വരം നേരെ നമ്മൾ ആ രാമേശ്വരം റൂട്ടിലേക്ക് കടന്നിരിക്കുന്നു. അങ്ങനെ മധുര പട്ടണം ഇങ്ങനെ ആശ്രയത മധുര റോഡ് സൈഡിൽ കണ്ടോ. ഇങ്ങോട്ട് മാറുമ്പോഴാണ് വലിയ ബിൽഡിങ്ങുകൾ സ്ഥാപനങ്ങളൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. വലിയ ഫാക്ടറികളുണ്ട് എല്ലാം ഇവിടെയാണ്. മധുര ടൗൺ എന്ന് പറയുമ്പോൾ അപ്പുറം എന്ന് പറയുന്നത് കച്ചവട സ്ഥാപനങ്ങൾ മാത്രമാണ്. ഇവിടെ വ്യവസായ സ്ഥാപനങ്ങളും സംഭവങ്ങളൊക്കെ ഈ ഏരിയയിലേക്ക്. ഓറഞ്ച് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓറഞ്ച് കൊണ്ടുവാ. അടക്കമാണ്. നല്ല വഴിയാണ്. തിരക്കുന്ന മാറി ബൈപ്പാസ് ആണല്ലേ? രാമേശ്വരം ബൈപ്പാസ്. ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇതെവിടെ സ്ഥലം? ഈ സ്ഥലപ്പേരെന്താണ്? ഹോട്ടൽ സുൽത്താൻ. ഇപ്പോൾ ഏതാണ്ട് സമയം 3 മണി. എല്ലാവർക്കും നല്ല വിശപ്പാണ്. നമ്മൾ കഴിക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇലയിട്ടിട്ടുണ്ട്. എല്ലാവരും നല്ല വിശപ്പിൻ്റെ ആധിക്യത്തിൽ. സ്ഥലത്തിൻ്റെ പേരെന്നാ? അല്ല ഈ സ്ഥലത്തിൻ്റെ പേരെന്നാ? ഇത് ശിവഗംഗ ഡിസ്ട്രിക്ട് തിരുപ്പൂവണം വില്ലേജ്. തിരുപ്പൂവണം വില്ലേജ് ലാറിനേന്തൽ. തിരുപ്പൂവണം വില്ലേജ്. சாப்பாடு ചിക്കൻ ഫ്രൈ, മീൻ ചാറ്, അവരെല്ലാം ബിരിയാണി. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പയ്യെ അടുത്ത യാത്ര തുടരാനുള്ള പരിപാടിയാണ്. മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ഫുഡ് വളരെ മോശം.
ബ്ലോക്കായി പോകുന്ന പറഞ്ഞു. മധുരയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞിട്ട് വഴി എന്ന് പറയുന്ന അടാറ് വഴിയാണ്. ഇതൊരു വഴിയാണ്. സ്പീഡ് ബ്രേക്ക് വെച്ചിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. ബ്രേക്ക് ഇതാണ് നേരെ അങ്ങ് കിടക്കുക. ഇതിപ്പോൾ കിലോമീറ്റർ ദൂരം കാണുമായിരിക്കും. നിരപ്പായ സ്ഥലത്ത് വീടുകളാണ്. അതിലേക്ക് ധനുഷ്കോടിക്ക് 109 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇവിടെയൊക്കെ കൂടുതൽ മുക്കുവന്മാരാണോ കൂടുതൽ സ്ഥലം? കടലിൻ്റെ ഒരു സെറ്റപ്പാണ് മൊത്തത്തിൽ. ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട്. പെയ്തുകൊണ്ടാണ് വെള്ളം കയറി കിടക്കുന്നത്. വഴി ഒരു അല്പം ഉയർത്തിയാണ് നിർമ്മിക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ വെള്ളം ഇന്നലത്തെ മഴയുടെയാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്നത്. മധുര കഴിഞ്ഞതിന് ശേഷം വലിയൊരു ടൗണൊന്നും ഈ അടുത്തൊന്നും കണ്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഇതാണ് കാണുന്നത്. ഒരു അല്പം കുറച്ച് കടകളും സംഭവങ്ങളും ഒക്കെ ആയിട്ട്. ഇത് മാർക്കറ്റാണ് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതോ ഒരു മാർക്കറ്റാണ് സംഭവം. നാളത്തെ ദീപാവലിയുടെ തിരക്കായിരിക്കും. സ്ഥലം രാമനാഥപുരം ആയില്ല, രാമനാഥപുരം ആകുന്നു. രാമനാഥപുരം ആയിട്ടില്ല, അതിന് മുന്നേ ഉള്ള സ്ഥലമാണ്. ഇതാണ് സത്തിരകുടി എന്ന് പറയുന്ന സ്ഥലമാണ്. സത്തിരകുടി ഇവിടുന്ന് 75 കിലോമീറ്റർ കൂടെ ഉണ്ട് രാമേശ്വരം. ഇപ്പോൾ സമയം ഏതാണ്ട് 4:45 ഏതാണ്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ മിക്കവാറും ഒരു ചായ കുടിക്കാനായിട്ടുള്ള സാധ്യത തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പാടമാണ്, നെൽപ്പാടങ്ങൾ. നെൽപ്പാടം ഞാനങ്ങ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നെൽപ്പാടമായിരിക്കും. ഹാഷ്ടാഗുണ്ട്. അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തുറക്കുമെന്ന് നോക്കാം, തന്നെ തുറക്കുമെന്ന് നോക്കാം. ആട് മാടുകളെ തീറ്റിക്കൊണ്ടിരിക്കറ. ഈ വണ്ടിയുടെ ഫ്രണ്ടിലിരുന്ന് കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണാം ഈ വഴിയുടെ സൈഡിൽ. അതൊരു ഇവിടുത്തെ ഒരു ജീവിത രീതിയാണെന്നാണ് തോന്നുന്നത്. എല്ലാ വീട്ടിലും എന്ന് പറയുന്ന പോലെ ആടുണ്ടെന്ന് തോന്നുന്നു. വെള്ളം ഇതുപോലെ കയറി കിടക്കുവാട്ടോ. വെള്ളം ഇത്രയും കയറി കിടക്കുവാണ്. ഇന്നലെ മഴ പെയ്തതിൻ്റെ ഒരു സംഭവമാണെന്നോ തോന്നുന്നത്. ഈ വണ്ടി മുന്നോട്ട് പോകുമ്പോൾ മൊത്തം കാണുന്ന കാഴ്ചകളിൽ ഒരു കൃഷിയിടം പോലും കാണുന്നില്ല കേട്ടോ. ശരിക്കും അപ്പുറം ഇപ്പുറം വെള്ളം കിടക്കുന്ന ഇതുപോലെ വിജനമായ കുറേ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. വെള്ളം കയറുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അത് തന്നെയല്ല, നമ്മൾ ഈ ദൂരേക്ക് നോക്കുമ്പം കാണുന്ന കാഴ്ച ഈ പമ്പരത്തിൻ്റെ അറ്റത്തേക്ക് പോകുന്ന പോലെ ഒരു കൂർമ്പനെയുള്ള ആ അറ്റത്തേക്ക് പോകുന്ന ഒരു രീതിയാണ് ഇങ്ങനെ കാണുന്നത്. ഒരു പമ്പരത്തിൻ്റെ അറ്റത്തേക്ക് പോകുന്ന പോലെ. ധനുഷ്കോടി 85 കിലോമീറ്റർ. നമ്മുടെ ഈ ധനുഷ്കോടിക്ക് പറയുന്ന ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അങ്ങനെ കണ്ട അല്ലേ പറയുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ അറ്റത്തേക്ക് പോവുകയാണ് നമ്മൾ ഈ സഞ്ചരിക്കുന്നതിന് സമാന്തരമായ ഒരു റെയിൽവേ പാളം കൂടെ ഉണ്ട്. ഞങ്ങൾ ഈ സ്ഥലത്തിൻ്റെ തന്നെ രാമേശ്വരത്തിന് ഏർവാടി എന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന് ഇവിടുന്ന് ഞങ്ങൾ ചായ കുടിക്കും. ഏർവാടി അല്ലേ?
ഞാനത് അങ്ങനെ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സംഗതി ഏർവാടി അല്ല കേട്ടോ. ഏർവാടി അല്ലെങ്കിലും എന്താണേലും ഇവിടുന്ന് ചായ കുടിക്കും ഞങ്ങൾ. പാല് വണ്ടി പോകുന്നുണ്ടോ? കന്നാസിനകത്ത് പാല്, കുറ്റിയിൽ പാല്. അത് കച്ചവടം അല്ലേ? ബൈക്കിൽ പാല് കച്ചവടം കേട്ടോ. ഇതുണ്ടോ ആടിനെ മേയ്ക്കുന്ന ആൾക്കാർ. ഇവിടെ പാടം തന്നെയാണ് കേട്ടോ. നമ്മളത് സ്ഥിരീകരിക്കാൻ പോവുക. സ്ഥിരീകരിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പാടം ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പോലും പാടം ഉണ്ടെന്നാണ് അവസാന നിമിഷം കമ്മിറ്റിക്ക് കിട്ടുന്ന റിപ്പോർട്ട് കേട്ടോ. അടാർ കാഴ്ച കേട്ടോ ഇത്. അവിടെ ഒരു പടക്കക്കടയുടെ ലക്ഷണം കേട്ടോ. പൊട്ടാഷ് കട. അത് പൊട്ടാഷ് കടയല്ലേ? നമ്മൾ ചായക്കടയിലേക്ക് വണ്ടി പയ്യെ ഒതുക്കാൻ പോവുക കേട്ടോ. ഇവിടെ പന്നിക്കൂട് പോലെ കിടക്കുകയാണ്. അപ്പം നമ്മളത് അവിടെ നിന്ന് ചായ കുടിക്കാൻ ഓർത്തതായിരുന്നു. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. ഒന്ന് വട്ടം കറക്കി എടുത്തു കഴിഞ്ഞാൽ അപ്പുറം ഒരു ചായക്കടയല്ല. ഇത് ബസ് കാത്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ആൾക്കാർ വിളിക്കുന്നതെന്നൊരു വിഷയമുള്ള കേസല്ല. പാർക്കിംഗ് ഉള്ളൊരു സ്ഥലം നമ്മൾ കണ്ടതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ചായ കുടിക്കാൻ തീരുമാനിക്കും. ചായ വേണ്ടവർക്ക് ചായ കുടിക്കാം. ചായ വേണ്ടവർക്ക് ചായ കുടിക്കാം. ചായ ഇവിടെ. കടി എന്നാ ഇരിക്ക? കടി സംഗതി മധുരം മിക്സ് ചെയ്യുക. മതിയായിരിക്കും. പകുതി ഡെസ്ക കൂടെ കളഞ്ഞിട്ടുണ്ട്. പൈസ എണ്ണിച്ച് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. തുടങ്ങിയപ്പം തൊട്ട് ഇത് 3ാമത്തെ 4ാമത്തെ പ്രാവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എണ്ണിട്ട് തിട്ടപ്പെടുത്തി വെക്കുകയാണ്. പടക്കമാണ് അത്. 2000 രൂപ പടക്കം ആ വണ്ടിയിലും. ഒരു ചാക്ക് പടക്കമാണ്. 3000 രൂപയുടെ പടക്കമായത്. 2900 രൂപയുടെ പടക്കം. നമ്മുടെ നാട്ടിൽ ഒരു രൂപ കൂടിനകത്തിലായിരിക്കും ഒരു 3000 രൂപയുടെ പടക്കം അല്ലേ? ഒരു പൂത്തിന് മേടിച്ച് കഴിയുമ്പോൾ 500 രൂപ 1000 രൂപയൊക്കെയാണ് ഒരു പാക്കറ്റിന് വേണ്ടി. ഏതാണ്ട് 6:15 മണി സമയമൊക്കെ ആയാൽ ഇവിടെയൊക്കെ നല്ല ഇരുട്ടാണ്. രാമേശ്വരത്തേക്ക് എത്തിച്ചേരാനായിട്ട് ഏതാണ്ട് 29 കിലോമീറ്ററോളം ഉണ്ട്. രാമേശ്വരമാണ്. രാത്രി ഏതാണ്ട് 7 മണിയെ ഞങ്ങൾ രാമേശ്വരം. ഇത് പാമ്പൻ പാലം. താഴെ കടൽ. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. കടലിന് മീതെ ഞങ്ങൾ നടക്കുകയാണ്. ഈ പാമ്പൻ പാലത്തെ കൂടെയാണ് നടക്കുന്നത്. രാമേശ്വരം
അത്ര മതി എന്നാണ്. ഞാൻ വേറൊരു കാര്യം കൂടെ പറയണമെന്ന് പറഞ്ഞായിരുന്നു. കടലിന് മീതെ യേശു നടന്നു, അതിനുശേഷം കടലിന് മീതെ നടക്കുന്ന ആൾ ഞാനാണ്. അതാണ് ഉദ്ദേശിച്ചത്. രാമേശ്വരത്തെ പാമ്പൻ പാലത്തിൻ്റെ മുകളിലൂടെ നടന്നു വരുന്ന കാളക്കലങ്കൽ ഫാമിലിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാപ്പി ദീപാവലി, ഹാപ്പി ദീപാവലി. ആ അവർ ഡാൻസ് കളിക്കുന്ന ഇപ്പം പറയുന്നത്. എന്നാൽ പിന്നെ പാമ്പൻ പാലത്തൊക്കെ ഒന്ന് ഡാൻസ് കളിക്കട്ടെ. ചോറുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആകാശത്തോളം സ്വപ്നം കാണുക, എന്നാലേ നമുക്ക് ഭൂമിയോളം കിട്ടുകയുള്ളൂ. മലയോളം സ്വപ്നം കാണുക, എന്നാലേ നമുക്ക് കുന്നോളം കിട്ടുകയുള്ളൂ. എന്നിങ്ങനെ നമ്മൾ സ്വപ്നം കാണാൻ പഠിപ്പിച്ച നമ്മുടെ ഇന്ത്യയുടെ മിസൈൽമാൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സ്വന്തം ജന്മനാടായ രാമേശ്വരം, ആ രാമേശ്വരത്തേക്കാണ് നമ്മളിതായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. രാമേശ്വരത്തെ പാമ്പൻ പാലത്തിലൂടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് ചൂണ്ടയിടുവാണ്. ചുറ്റിയെടുക്കുന്നു. ചൂണ്ട എറിഞ്ഞതാണ് കേട്ടോ. ഇപ്പം താഴെ കപ്പൽ വരുമ്പോഴത്തേക്കും പൊങ്ങിക്കൊടുക്കുന്ന പാലം അതാണ്. ആ പാലം രാത്രി ആയതുകൊണ്ട് നമുക്കതിൻ്റെ സംഭവങ്ങൾ ശരിക്കും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇതെന്നാ സംഭവം ഫോണിൽ കാണുകയാണ്. ഇത് പാമ്പൻ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ആ വീഡിയോ കാണുന്നു. ഈ പാലത്ത് നിറയെ ചൂണ്ടക്കാരുണ്ട്. ഇന്നടുത്ത് നിന്ന് ചൂണ്ട എറിയുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് രാമേശ്വരത്തെ പാമ്പൻ പാലത്തിലാണ് നിൽക്കുന്നത്. വിശ്വപ്രസിദ്ധമായ പാമ്പൻ പാലം. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പാമ്പൻ പാലം. നമ്മുടെ ഈ ശ്രീധരൻ, മെട്രോമാൻ ഈ ശ്രീധരൻ ഡിസൈൻ ചെയ്ത പാമ്പൻ പാലമാണ്. അത് കപ്പൽ വരുമ്പോഴത്തേനും പൊങ്ങിക്കൊടുക്കുന്ന റെയിൽവേ പാലമാണത്. ശരിക്കും കാണാൻ പറ്റുന്നില്ല, അത് കാണുന്നില്ലേ? നമുക്കത് പകൽ നല്ല വീഡിയോ എടുക്കാം, രാത്രിക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല. പറയാൻ പോകുന്ന റെയിൻബോളാണത്. കപ്പൽ വരുമ്പോഴത്തേനും അത് പൊങ്ങിക്കൊടുത്തില്ല. നാളെ പകലും എല്ലാം നമുക്ക് സമയം കിട്ടുന്ന ആ ഒരു ഭാഗ്യം കിട്ടുവാണെങ്കിൽ ആ ഒരു വിഷയിലൂടെ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും മനോഹരമായ കാഴ്ച കേട്ടോ. രണ്ട് സൈഡിലും കടൽ നടക്കൂടെ കിലോമീറ്ററുകളോളം നീളത്തിൽ പാലം. ഞങ്ങളിപ്പം 1 മണിക്കൂറായി കൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. നല്ല കാറ്റാണ്. ദീപാവലി സമയമായതുകൊണ്ട് ഇവിടെ ദൂരേക്ക് നോക്കുമ്പോഴത്തേനും അവിടെ എല്ലാം പടക്കം പൊട്ടുന്നതും ഇങ്ങനെ ഒത്തിരി ചതർന്നെല്ലാം കാണാം. അത് കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ? പിന്നെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഇവിടെ വന്ന ഇതൊക്കെ കാണണം. ഇതൊക്കെ ജീവിതത്തിൽ ലഭിക്കുന്ന അപൂർവം സുന്ദര നിമിഷങ്ങളാണ്. അല്ല, നമ്മൾ യാത്ര ചെയ്യാൻ പഠിക്കുന്നതും നമ്മളെ മക്കളെ യാത്ര ചെയ്യാൻ പഠിപ്പിക്കുന്നതിനും ഒപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ യാത്ര ചെയ്യാൻ നമ്മളിപ്പം പൈസ ഒന്നും ഉണ്ടായിട്ടല്ലല്ലോ എല്ലാവരും വരുന്നത്. പൈസ ഇതിനൊക്കെ സമയം കണ്ടെത്തി ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി വന്ന് കാണണം. ജീവിതത്തിൽ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഇതൊക്കെ കണ്ട് ആസ്വദിക്കണം. ഈ രാത്രിയിൽ ഞങ്ങൾ പാമ്പൻ പാലത്തിൻ്റെ ഇപ്പുറേ വണ്ടിയെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നടക്കുവാണ്. 2.25 കിലോമീറ്റർ, 3 കിലോമീറ്റർ അടുത്തുണ്ട് ദൂരം. ഈ 3 കിലോമീറ്റർ ഞങ്ങൾ ഈ പാലത്തെ കൂടെ ഈ തണുപ്പത്തെ നടക്കാൻ അത് തന്നെ എന്തൊരു സുഖമാണെന്നറിയാം. വോ, മറ്റൊരു സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണത്തെ ദീപാവലി ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഒപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദീപാവലിയുടെ ആഘോഷങ്ങളും ആരവങ്ങളും ഉയരുന്ന തമിഴ്നാട്ടിലൊക്കെ ആഘോഷിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ ഒരു ഭയങ്കര സന്തോഷകരമായ ഒരു നിമിഷമാണ്.
ചേരി പോലത്തെ സ്ഥലമാണ്. പാലത്തിൻ്റെ നിർമ്മാണം ഇങ്ങനെയാണ്. ഇതുണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴ്ത്തിറങ്ങാൻ ചെറിയ സ്റ്റെപ്പുണ്ട്. ചെരിച്ച് ഇവിടുത്തെ ഒരു പ്രത്യേകതയുള്ള ഫുഡ് എന്ന് പറയുന്നത് മീനിൻ്റെ വെറൈറ്റി ഐറ്റംസുകളാണ്. അപ്പം നമ്മളിന്ന് ഇന്നും നാളെയും മീൻ പരീക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഫുഡിനോട് നമുക്ക് അങ്ങനെ പൊതുവെ ഒരു ഇഷ്ടക്കുറവുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടേസ്റ്റ് നമുക്ക് അങ്ങോട്ട് പിടിക്കില്ല. എന്നിരുന്നാലും ഈ ധനുഷ്കോടിയിലെ രാമേശ്വരത്തെ മീൻ റൈറ്റാണെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മളത് തിരിച്ചറിയും, ഇന്നും നാളെയുമായി. വീടുകളാണ് ഇപ്പോഴും വികസനം ശരിക്കും ഈ പാമ്പൻപാലം ഒക്കെ പണിതതിന് ശേഷം ഇത്രയും വികസനം ഒക്കെ എത്തിച്ചേർന്നു ഇവിടെ ഈ രാമേശ്വരത്ത്. അപ്പോൾ പണ്ട് നമ്മുടെ അബ്ദുൽ കലാമൊക്കെ പഠിച്ചിരുന്ന കാലത്ത് രാമേശ്വരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അത്രയും താഴേക്കിടയിലുള്ള ഒരു സ്ഥലത്ത് നിന്നും ഉയർന്നു വന്ന ഒരു മനുഷ്യനാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. പാലം കഴിഞ്ഞ് ഞങ്ങൾ രാമേശ്വരത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി അങ്ങ് ഫ്രണ്ടിൽ കിടക്കുന്നതാണെന്ന് തോന്നുന്നു. ഓട്ടോ സ്റ്റാൻഡ് പടക്ക കച്ചവടം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വഴി നീളെ പടക്കപ്പൊട്ടിയിലൂടെ തുടങ്ങിയിരിക്കുക കേട്ടോ. ദീപാവലിയുടെ പടക്കം പൊട്ടിയിൽ അബ്ദുൽ കലാമിനെ അടക്കിയ സ്ഥലമാണിത്. ഈ സ്ഥലമാണത്. നാളെ നമ്മളിത് വന്ന് കാണുന്നുണ്ട്. ഇത് നാളെ കാണുന്നുണ്ട് നമ്മൾ. രാമനാഥസ്വാമി ടെമ്പിളാണ് കേട്ടോ. ഇതിപ്പം നമ്മൾ ഈ പൈസ എന്തിനാണ് കൊടുത്തേക്കുന്നത്? നമ്മൾ കോർപ്പറേഷനിലേക്ക് കടന്നിരിക്കുന്നു. രാമേശ്വരം കോർപ്പറേഷൻ. അതിന് നമ്മൾ 100 രൂപ കൊടുത്തിട്ട് ഇങ്ങോട്ട് കടന്നു കേട്ടോ. ഈ ക്രോസ് വെച്ചിരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് 6 വീൽ വണ്ടികളൊന്നും തന്നെ കടത്തി കൊടുത്തില്ലേ. ഇവിടം വരെ 6 വീൽ വണ്ടിയുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് സർക്കാരിൻ്റെ ബസ്സുകളും 4 വീലർ വണ്ടികൾ മാത്രമേ ഇപ്പം നമ്മൾ പോകുന്ന റൂട്ടിലൂടെ പോകുന്നുള്ളൂ. അതിന് മുകളിലേക്കുള്ള നമ്മുടെ ട്രാവലർ 4 വീലറാണ്. അതുകൊണ്ട് ധനുഷ്കോടി പോകാൻ പറ്റും. അമ്പലമാണ് ഇത് രാമേശ്വരം. അമ്പലം നമ്മൾ റൂമിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പടക്കം പൊട്ടിയതാണ്. സൂപ്പർ. പാമ്പ് കുളിയ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു നൈറ്റ് വാക്കിന് ഇറങ്ങിയതാണ്. രാമേശ്വരം ഞങ്ങൾ രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പം അങ്ങോട്ട് പോകണം, ഫുഡ് കഴിക്കണം. ക്ഷേത്രത്തിൽ പോയി ഇന്ന് കാണാൻ പറ്റുന്നതൊക്കെ കാണാം. കഴിഞ്ഞിട്ട് നാളെ സമയമുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ക്ഷേത്രത്തിൽ പോയി തൊഴണം. പിന്നെ ധനുഷ്കോടി പോകണമെന്ന് മനസ്സിൽ പ്ലാനുണ്ട്. ഇവിടെ റെഡ് അലേർട്ടാണെന്നൊക്കെ പറയുന്നു. തെങ്ങിൻ്റെ മടൽ വെച്ചുണ്ടാക്കിയ മതിലാട്ടോ, തെങ്ങിൻ മടൽ. നോർത്ത് ഗേറ്റിലേക്കാണ് നമ്മൾ കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം രാത്രി 9:45. ക്ഷേത്രം അടച്ചു പോയതിനാൽ അതിൻ്റെ അകത്ത് കയറി ഒന്ന് കാണിച്ച് ഒന്ന് നടക്കുകയില്ല. എന്നാൽ പിന്നെ ഫുഡും എല്ലാം കഴിച്ച് വെച്ചിട്ട് റൂമിലേക്ക് തിരിച്ചു പോകും. ഞങ്ങൾ തമിഴ്നാട്ടിൽ പോന്നപ്പം നമ്മൾ പ്ലാൻ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ വെജിറ്റേറിയൻ മാത്രം കഴിക്കാം എന്നായിരുന്നു നമ്മുടെ പ്ലാന്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടിപ്പം ഞങ്ങൾ
നോൺ വെജ് തപ്പി നടക്കുവാണ്. വെജിറ്റേറിയൻ ഹോട്ടൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയിപ്പം നോൺ വെജ് ഇങ്ങനെ തപ്പി നടക്കുവാണ്. നോൺ വെജ് ഫുഡ് കുറച്ചുകൂടെ മുന്നോട്ട് പോയാലുണ്ട്, പക്ഷെ ആർക്കും നടക്കാൻ കഴിയില്ല, മടി കാരണം വെജിറ്റേറിയൻ തന്നെ തട്ടിയേക്കാം. പഞ്ചാബി ഫുഡ് പരീക്ഷിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നോക്കാം. ഒരു ചുറ്റിയും കൂടെ വേണോ? വെജ് ഫ്രൈഡ് റൈസാണ്, പഞ്ചാബി ഫ്രൈഡ് റൈസാണ് കേട്ടോ. സൂപ്പർ. അച്ഛൻ എരിവൊക്കെ ഉണ്ട്, നല്ലതാ. മുളക് പൊടിയിലൊക്കെ ഒരു എരിവാണ് മുന്നേ നിൽക്കുന്നത്. എങ്ങനെയുണ്ട്? എരിവുണ്ടോ? ചെറിയൊരു എരിവ് ഇല്ലേ? ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നല്ല തെളിച്ചമായിരുന്നു. ഒരു മഴയുടെ ഒരു ലക്ഷണം പോലും ഇല്ല. ഭക്ഷണം കഴിക്കാൻ ഇതിൽ നടന്ന സമയത്തും അങ്ങനെ ഒരു സംഭവമില്ലായിരുന്നു. എന്നാലും ഇത് ഭക്ഷണം കഴിച്ചിട്ടങ്ങ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ഇവിടെ മഴയാണ്. ഇതാണ് ഒരു റൂമ്. ഇത് റൂം. ഇത് അടുത്ത റൂം. അവിടെ AC അത് ശരിയാക്കാൻ കാണുന്നില്ലേ? അവിടെ ആളുണ്ടല്ലോ. ധനുഷ്കോടിയിലേക്ക് പോകാനായിട്ട് എല്ലാവരും വണ്ടിയിലേക്ക് കയറി റെഡിയായിട്ടിരിക്കുകയാണ്. എല്ലാവരും സെറ്റ്. രാമേശ്വരത്തെ പ്രഭാത കാഴ്ചകളാണ്. ദീപാവലി ദിനമാണ്. രാവിലെ നല്ല ശക്തമായ മഴയായിരുന്നു കേട്ടോ. അവിടെയൊക്കെ ഇത് വഴി വെള്ളം കയറിയിട്ടുണ്ട്. അതാണ് ലൈറ്റ് ഹൗസാണ്. അവലയിൽ നിന്ന് കാണുന്ന അടാറ് വലുപ്പമാണ്. അമ്മമാർ പടക്കം കത്തിച്ചിടും കേട്ടോ. പടക്കമാണ് അമ്മമാരുടെ കയ്യിലിരിക്കുന്നത്. ഇത് വൺ വേയിലാണ്. നമ്മൾ ധനുഷ്കോടി റൂട്ടിലേക്ക് കടന്നു. നമ്മളിവിടെ വന്നപ്പം ഉള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൃത്തിയുടെ കാര്യത്തിൽ വളരെ പുറകിലാണ് ഇവിടെ. ഒരു വൃത്തിയില്ല ഇവിടെ. ഈ വഴിയിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയാലും എല്ലാം ഈ പശു ചാണകം ഇട്ടും പന്നി എല്ലാം ഇങ്ങനെ. നല്ല ഹോട്ടലിൽ കയറി ഇല്ലെങ്കിൽ
അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പശു പട്ടിയും അതിലെല്ലാം നടക്കുവാണ്. അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. മഴ പെയ്തതിനാൽ റോഡെല്ലാം ചളമുളവാണ്. അതിൻ്റെ കൂടെ ഈ റോഡിലെല്ലാം വേസ്റ്റുകളാണ് കിടക്കുന്നത്. ധനുഷ്കോടിയിലേക്ക് അലോഡായിട്ടുള്ള സർക്കാർ വണ്ടിയാണത്. ഇറച്ചിക്കടകളിലെല്ലാം നല്ല തിരക്കാണ് രാവിലെ. ഇനി ഞായറാഴ്ച ആയതുകൊണ്ടാണോ അതോ മറ്റേ ദീപാവലിയുടെ ഇതാണോ എന്ന് അറിയില്ല. അങ്ങോട്ട് പോയി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം കടകൾ ഇല്ല. അപ്പോൾ എന്നാൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഫുഡ് കഴിച്ച് അങ്ങോട്ട് പോകാം. അങ്ങോട്ട് വഴി ക്രോസ് ചെയ്യണേ. ഇട കിട്ടിയിട്ട് ഇരിക്കിച്ച് നടക്കുകയല്ല കേട്ടോ. ഉള്ളിടത്ത് കയറുക എന്നുള്ളതേ ഉള്ളൂ. എവിടെയൊക്കെ കിട്ടുന്ന ഇടയിൽ കയറി പോതും. ഫുഡ് ഞങ്ങൾ അകത്ത് കയറി ഇരുന്ന് കഴിച്ചു. നല്ല തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ അടോറ് തിരക്ക്. അവിടെ ഇവിടെയൊക്കെ പല സ്ഥലത്തായിട്ട് കയറി ഇരുന്ന് കഴിച്ചു. ചായ നമ്മൾ വെളിയിൽ വന്നിട്ട് വേറെ പറയണേ. ഇവരുടെ തന്നെ കടയാണ്. ഫുഡ് അടിപൊളി ഫുഡാണ് കേട്ടോ. ഞങ്ങൾ മസാല ദോശ കഴിച്ചു, പൂരി കഴിച്ചു, പിന്നെ സബ്ജി, പിന്നെ ഒനിയൻ ബോണ്ട. പിന്നെ വെജിറ്റബിൾ ഫുഡുകളെല്ലാം അടിപൊളി ഫുഡ് കേട്ടോ. സൂപ്പർ ഫുഡാണ്. പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഫുഡുകൾ. നമ്മൾ നോൺ വെജ് വാങ്ങിക്കാതിരുന്നാൽ മതി. നമുക്ക് നോൺ വെജ് ഇല്ലാതെ പറ്റത്തില്ലാത്തതുകൊണ്ട് മോശമാണെങ്കിലും നമ്മൾ വാങ്ങിച്ച് തിന്നും. ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചൊക്കെ ഇറങ്ങി. ഈ ടോയ്ലറ്റ് ഈ വെളിയിലെങ്ങാണ്ടാണ്. 10 രൂപ അങ്ങോട്ട് കൊടുക്കണമെന്നാണ്. വൃത്തിയുള്ള ടോയ്ലറ്റാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. മഴ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായി ചാറ് തുടങ്ങിയത്. ഇവിടെ കട്ടക്കുളങ്ങളുണ്ട്. ധനുഷ്കോടി എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ, വെള്ളക്കയറ്റമോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഈ സ്ഥലം രാത്രിയിലും പകലും എപ്പോഴും. ഈ ഗേറ്റ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തേക്ക് വണ്ടികളൊന്നും കടത്തി വിടുകയില്ല. അപ്പം നിലവിൽ സീനുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വണ്ടികൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വണ്ടികൾ തന്നെ അധികം ഇല്ല. ഇപ്പോൾ ഓട്ടോ വിളിച്ചിങ്ങനെ ആൾക്കാർ ഇരുകൂട്ട വണ്ടികളാണ്. ഓട്ടോ വിളിച്ച് ധനുഷ്കോടിക്കൊക്കെ പോകുന്ന ആൾക്കാരാണത്. ഒറ്റ വഴിയാണ്. ഇനി നമ്മൾ കടലിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലുമാണ്. ഒരെണ്ണം ശാന്തമായി കിടക്കുന്ന കടൽ, ഒരെണ്ണം രൗദ്രമായിട്ട് കിടക്കുന്ന. ധനുഷ്കോടിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ശ്രീലങ്കയ്ക്ക്? അത് മറ്റേ ബോട്ട് മാർഗം 20 മിനിറ്റ് കേട്ടോ. 20 മിനിറ്റിൻ്റെ കേസമുള്ളൂ. ധനുഷ്കോടിയിൽ നിന്ന് 20 മിനിറ്റ് മതി ശ്രീലങ്ക ചെല്ലാനായിട്ട്. ആരംഭിച്ചിരിക്കുകയാണ് കടലുകൾ ആരംഭിച്ചിരിക്കുന്നു. കാണുന്ന ഒരു അമ്പലമാണ്. ആ അമ്പലത്തിലായിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ അടാറ് സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ജീവിതത്തിൽ നമ്മളിത് ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കിത് ഒരു ഭയങ്കര രസം, എന്താ പറഞ്ഞറിയിക്കാൻ പറ്റിയല്ലാത്ത രീതിയിലുള്ള ഒരു രസമാണ് ശരിക്കും. ഇത് കാറ്റ് വരുമ്പോൾ ഇത് കണ്ടോ, കൂടിക്കിടക്കുന്ന മണലായി വഴിയിലേക്ക് ഈ മണൽ ഇങ്ങനെ ഇങ്ങനെ വരും കാറ്റ് വരുമ്പോൾ. കടല് അത്ഭുത കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമായാലും കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ് ഇതെല്ലാം. നമ്മുടെ വണ്ടിയായിരിക്കുന്നവരെല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിലാണ്. നെറ്റിനകത്ത് കല്ല് കെട്ടിയിട്ട് അത് ഇങ്ങനെ ഈ കടൽ ഇങ്ങോട്ട് കയറാതിരിക്കാൻ അല്ലേ, കയറുമ്പോൾ മണൽ ഇങ്ങോട്ട് കയറാതിരിക്കാനായിരിക്കും. കടല് കയറും. ചെറിയൊരു തടസ്സം. എന്താ എന്താ സ്റ്റൈൽ സ്റ്റൈലടാ മച്ചാനെ, സ്റ്റൈൽ സ്റ്റൈൽ. നമ്മളാ എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ആ ടവർ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ പല സീനിലും കണ്ടിട്ടുള്ള ടവറാണ് കാണാൻ പോകുന്നത്. ഇങ്ങോട്ട് ചെറുവണ്ടികളെ വിടത്തുള്ളൂ, പിന്നെ സർക്കാർ വണ്ടികളോ കുറച്ച് വണ്ടികൾ മാത്രമേ വിടുന്നുള്ളൂ. ഇവിടെ ചുമ്മാ നിർത്തിയാലോ? എവിടെ നിർത്താം? നമുക്ക് അങ്ങോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ എൻഡിലേക്ക് പോകുന്നു.
എൻഡ് ഓഫ് ദ ഇന്ത്യ. ഇന്ത്യയുടെ എൻഡിലേക്ക് നമ്മൾ പോവാണ്. ഇന്ത്യയുടെ അറ്റം. അങ്ങനെയാണോ? അത്രേ ഉള്ളൂ. ശ്രീലങ്കനെ കെട്ടിയിട്ട് ചെങ്ങല കണ്ടു അടങ്ങണ. പൊളിമാൻ. ഇത് ഫോട്ടോ എടുത്ത ആൾക്കാർക്ക് മതിയാവൂല കേട്ടോ. എന്നാ എങ്ങോട്ട് ക്യാമറ വെച്ചാലും സീന. അതാണ് ഇച്ചിരി പച്ചപ്പ്. ആ, ഈ സൈഡിൽ പച്ചപ്പ്, അവിടെ ഒട്ടും പച്ചപ്പില്ല. അതാണ് അവിടെ തിരമാലകളുള്ള കടലും ഈ സൈഡില് തിരമാല ഇല്ല. ആ, ഞാൻ പറഞ്ഞതന്നെ തിരമാലകളെന്ന് ഞാൻ പറഞ്ഞു. ഓഹോ, മച്ചാനെ പൊളിമാൻ. തിരമാലകൾ ഞാൻ പറഞ്ഞതിലുള്ള അക്ഷര പിശാചി തിരുത്തുന്നു. ഇതാണോ മറ്റേ ഒരു പള്ളി, പൊളിഞ്ഞ പള്ളി എന്ന് പറഞ്ഞത്? ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. സീനുകളൊന്നും കട്ട് ചെയ്യാതെ അങ്ങോട്ട് വിട്ടേക്കാം. അങ്ങ് ആ വര കാണുന്നത് പഴയ റെയിൽവേ ട്രാക്കാണ്. അങ്ങ് ആ വര കാണുന്നത് പഴയ റെയിൽവേ ട്രാക്കാണ് കേട്ടോ. ഇടതുവശത്ത് തകർന്നു പോയ റെയിൽവേ ട്രാക്കാണ് ആ കാണുന്നത്. ട്രെയിൻ വെക്കൊണ്ടിരിക്കുക കേട്ടോ. ട്യൂഷൻ തുടങ്ങുക. കാഴ്ചകളുടെ വിസ്മയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചകളുടെ വിസ്മയം ഇതൊക്കെയാണ്. നാട്ടില് ഈ എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ വരുന്നവർ നമ്മുടെ മൂന്നാറും വാഗമണ്ണും ഒക്കെ കാണുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കരമായ കാഴ്ചകളാണ്. നമുക്കതൊരു കാഴ്ചയല്ലായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായ കാഴ്ചകളാണ്. ഇതൊക്കെ ചെറിയ ചെറിയ കടകളാണ് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ഫുഡ് കിട്ടും. മീൻ പൊരിച്ച് കഴിക്കുക. ഇതെല്ലാം ഇതുണ്ട് തകർന്ന്. ഇതൊക്കെ വീടാണോ അത്? അല്ല, താമസം ഉണ്ടോ ശരിക്കും ഇവിടെ? ഇവിടെ താമസം ഇല്ലെന്നാണ് അവകാശപ്പെടുന്നത് കേട്ടോ. ഇത് ചുമ്മാ കടയാണെന്നാണ് കമ്പനിക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്നും അങ്ങനെ താമസങ്ങളില്ല. അടിപൊളി മീൻകറി കിട്ടുമേ. കടകൾ ടവർ. ഇതാണ് പൊളിഞ്ഞ പള്ളിയാണോ ഷിൻഡോ? റെയിൽവേ സ്റ്റേഷൻ തിരിച്ചു വരും. ലെഫ്റ്റിലായിരുന്നു. ഇവിടെ ഒരു പക്ക ടൂറിസ്റ്റ് പ്ലേസ് പോലെ. കണ്ണാടി എടുത്ത മന്മദറാസ കളിച്ച പള്ളി ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊരു പുതിയ അമ്പലം വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വയറൊക്കെ ധനുഷിന്റെ ആ പാട്ടുണ്ട് മന്മദറാസ. അതിന്റെ നൃത്ത ചുവടുകൾ ഇവിടെ വെക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. വണ്ണം തീർത്ത് കുറഞ്ഞ ആൾക്കാരാണല്ലോ. ടവർ എൻഡ് ഓഫ് ഇന്ത്യ. ആ, എല്ലാത്തിനും ടേസ്റ്റ് അറിയാൻ. എല്ലാവരുടെ മണ്ണില്ലല്ലോ. ടോയ്ലറ്റ് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ടോയ്ലറ്റ് സംവിധാനം ഇവിടെ വളരെ ഓപ്പൺ എയറാണ് കേട്ടോ സംഗതി. എക്സ്പീരിയൻസ്. വാച്ച് ടവർ കഴിഞ്ഞ് നമ്മൾ മുന്നേക്ക് പോവുകയാണ്. എല്ലാരും കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചോ കേട്ടോ. ഞാൻ ഇച്ചിരി ഒച്ച പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ ഇരുന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്കിലുള്ളവരുമായിട്ട് സംവദിക്കുന്നതാണ്. നമുക്ക് ഇവിടെ 20 മിനിറ്റത്തെ ബോട്ടിങ്ങേ ഉള്ളു. നമ്മൾ ശ്രീലങ്കയ്ക്ക് നീന്തിയാൽ 25 മിനിറ്റ്. ശ്രീലങ്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഇന്ത്യ വന്നായിരുന്നു. പോയിട്ട് നന്ദി പറഞ്ഞിട്ടൊന്നല്ല. തിരുവനന്തപുരത്ത് കണ്ട പഠിച്ചത്. അവര് എറണാകുളത്ത് വന്ന് ചികിത്സിക്കുന്നത്, ഇവിടെയുള്ളവർ അമേരിക്ക.
കപ്പൽ കെട്ടിയിട്ട കമ്പി കണ്ടോ? വലതുവശത്ത് കപ്പൽ കെട്ടിയിടുന്ന കമ്പി അടിച്ചു വെച്ചേക്കുന്നു. കപ്പൽ കമ്പി. നമ്മള് എൻഡിലേക്ക് പോവാട്ടോ. എൻ്റെ മുനമ്പുണ്ട്. ഓട്ടോയ്ക്ക് നമ്മളത് രാമേശ്വരത്തുനിന്ന് ഓട്ടോയ്ക്ക് വരുന്നതല്ലേ? ഇതാ ബീച്ച് കേട്ടോ, ബീച്ച്. നമ്മുടെ ഇടതുവശത്ത് ബീച്ച്. ധാരാളം ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചോ. ബീച്ചിലൊക്കെ ഇറങ്ങാവേ. ബോട്ടുകൾ, മുക്കുവന്മാരുടെ ബോട്ടുകൾ കാണുന്നുണ്ട്. ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ടൂറിസ്റ്റ്. അത് നേവിയുടെ ബോട്ടാന്ന് തോന്നുന്നല്ലോ കിടക്കുന്നത്. ആണോ? അതോ ബോട്ടല്ലേ? ഷിപ്പിന്റെ മാതൃക ഉണ്ടാക്കി വെച്ചേക്കുന്നതാണോ ഷിൻഡോ? അത് എല്ലാരും ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക. ഷിപ്പിന്റെ ഒരു മാതൃക പോലെ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. അത് ഷിപ്പാണോ എന്താണോ സംഭവം ഒരു പിടിയില്ല. ടെമ്പററി ആയിട്ട് എന്തോ ഒരു സംഭവമാണ്. എന്താണ്? തിരിച്ചു വരുമ്പോൾ നമ്മുടെ കടൽ പ്രക്ഷുബ്ധമൊന്നുമല്ല. കടൽ വളരെ ശാന്തമാണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക്. ഇത് ബാക്കി വഴി വെട്ടിയതാ, പണിതാ. ഇത് ഇങ്ങനെ മറ്റേ ആ പറയിലെ ജംഗ്ഷൻ ഇല്ലേ, ആ പള്ളിയൊക്കെ അവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിങ്ങോട്ട് പണിതല്ലേ? മോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ശ്രീരാമൻ പണിത്? അല്ലല്ല, ശ്രീരാമൻ ഇച്ചോടെ അപ്പുറത്തു നിന്നാണ് പണി തുടങ്ങിയത്. ഇത് മോദി പണിതാണ്. ആ പള്ളിയുടെ അവിടം വരെ നേരത്തെ വഴിയുള്ളായിരുന്നു. പള്ളിയുടെ അവിടുന്ന് ഇങ്ങോട്ടുള്ള വഴി എന്ന് പറയുന്നത് അവിടുന്ന് പിന്നെ വണ്ടി വിളിച്ചാൽ ഇവിടെ വന്നോണ്ടില്ല. ഈ ഫ്രണ്ടുള്ള ഇതേക്കൂട്ട് വാഹനയുടെ വഴി മോശമായിരുന്നു. അപ്പം ഈ പുളിഞ്ചോട്ടിലെ കൂടെ വെള്ളക്കെട്ടം കേട്ടൊക്കെ ഇല്ലേ, ഇറങ്ങി വന്നത്. ഇവിടം വരെ വണ്ടി വരത്തുള്ളൂ. അതുപോലെ തിരക്കാണ് കേട്ടോ. നമുക്ക് അവിടെ ചെന്നിട്ട് അറ്റം ഉണ്ടല്ലോ, ഇങ്ങനെ ഇന്ത്യയുടെ അറ്റം, ഇന്ത്യയുടെ കൂർത്ത സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ്. ഇന്ത്യ പൂഞ്ഞാണി. അത് തന്നെ, ഇന്ത്യയുടെ പൂഞ്ഞാണി. വൃത്തികേട് പറയാടാ.